ഇതൊക്കെയാണ് നട്ടുച്ചക്ക്. ഹലോ, നമ്മൾ മാട്ടു ഫസ്റ്റ് കാണാൻ പോയിന്. മറ്റേ 50 രൂപയാണ് ടിക്കറ്റ്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ 7-ാം തീയതി വരെ പരിപാടി ഉണ്ട് അല്ലേ? 7-ാം തീയതി അല്ലേ? 7-ാം തീയതി ഉണ്ടോ? പല പരിപാടി. 50 രൂപക്ക് പെറ്റ് സ്റ്റേഷനിലടക്കം കയറാം. 150 രൂപന്റെ ടിക്കറ്റ് ഫ്രീ. എല്ലാരും വന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മന്റെ മുറ്റത്തും വിലക്കുമാണല്ലോ പെറ്റ് സ്റ്റേഷനിൽ വല്ലപ്പോഴേ പോയല്ലോ. പിന്നെ ഡാൻസ് ഉണ്ട്, കൈകൊട്ടിക്കളി ഉണ്ട്, തിരുവാതിര, മേഘ, ഒപ്പന, മെഹന്തി, പല ഐറ്റംസ് അല്ല, ഫുഡ്, പിന്നെന്താ കളരി, കൊറേ ഐറ്റംസ്. കളരി ഉണ്ടാ? പിന്നെ ഇന്ന് ഗാനമേള ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഗാനമേള ഉണ്ട്. നമുക്ക് അടുത്ത സെറ്റപ്പ് എല്ലാം നോക്കിട്ട് വരാം. 4 മണിക്ക് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യലല്ലേ? നമ്മ നട്ടുച്ചൊക്കെ പോകുന്നത് അവിടുത്തെ അവസ്ഥ. നല്ല വെയിലുണ്ട് കേട്ടാ. നമുക്ക് കണ്ടിട്ട് വരാം. ഇപ്പൊ നമ്മള് നടന്ന് പോയെന്നേ ഇടവഴിയിലേക്കൂടെ. ഇതെന്ത് ചെടിയാണ് മുനീറ്? ഇതാണ് ഒരു ചെറിയ സൺഫ്ലവർ പോലത്തെ കാട്ടു പോയില്ലേ, അതിന്റെ ചെടിയിലത്. നീ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് വെച്ച് വലിയെന്തോ പേര് പറയുന്നു. ഇതാണ് സംഭവം. മഞ്ഞപ്പൂവല്ലുണ്ടാവും. മുറുക്ക് വന്നിട്ട് എന്താണ് പറയല്? ഇതിനൊരു മഞ്ഞപ്പൂ ഉണ്ടാവില്ലാണ്. അതന്നെ. ഇത് രസമായിരുന്നു. മഴക്കാലത്ത് അങ്ങനെ ഉണ്ടാവുക. ഇപ്പൊ മുനീറെ ഫോണ് വിളിച്ചോണ്ടിരിക്കുന്നേ. നീ ഫോണൊന്ന് താഴെക്കടി. നമുക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമില്ലോ അല്ലേ? 5 മിനിറ്റ് ദൂരമില്ലല്ലോ. 5 മിനിറ്റ് ദൂരമുള്ളൂ. അപ്പൊ നമ്മ നടന്ന് പോയെന്ന് പെറ്റ് സ്റ്റേഷനിൽ. വീടെടുക്കുന്ന കണ്ടാൽ കുറച്ച് മേക്കപ്പിലിട്ട് വരൂലേ? നീ അല്ലെങ്കിൽ സുന്ദരിയാണ്. ഇത് കിട്ടൂല. ഇത് നമ്മള് കടാപ്പുറത്ത് പോകുന്നുള്ള വഴിയാണ്, നടന്നിട്ട് പോകുന്നുള്ള വഴി. ഇതെല്ലാം ഒരുപാട് വീടുണ്ട്. നല്ല പൂമ്പാറ്റുണ്ട്. പൂമ്പാറ്റൊക്കെ എത്ര ദിവസത്തെ ആയുസാണ്? 10 ദിവസം പറയുന്നുണ്ടായത്. പിന്നെ ഒരു ദിവസമുള്ള ആയുസുള്ള ഒരു പൂമ്പാറ്റ ഉണ്ടാ? അപ്പൊ അറിയില്ല, അങ്ങനെ പറഞ്ഞ പോലെ. നല്ല രസമില്ലേ? നല്ല വൃത്തിയുണ്ട്. നടന്ന് അങ്ങനെ ഇവിടെ എത്തി. നമ്മളെ കടപ്പുറത്തിയിട്ടുണ്ട്. പെറ്റ് സ്റ്റേഷൻ കാണിച്ചു തരും. പിന്നെ അതാണുള്ളത് എന്തൊക്കെയോ ഉണ്ടല്ലേ, അത് കണ്ടാലാ മനസ്സിലാവും. നമ്മള് കുറെ മുമ്പേ വന്നതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഉച്ചയാണെങ്കിലും നല്ല ചൂടും ഉണ്ട് കാറ്റും ഉണ്ട്. അതുകൊണ്ട് ചൂട് അങ്ങനെ അറിയുന്നില്ല. പക്ഷെ ഇവിടെ 4 മണി കഴിഞ്ഞാലാണ് പരിപാടി അല്ലേ? 4 മണി കഴിയുമ്പോൾ ടിക്കറ്റ് വേണം, നമുക്ക് പ്രവേശനം ഇല്ല. 50 ഉറുപ്പ്യക്ക് എല്ലാം കാണാം. എല്ലാരും വന്നു. ഇത് നമ്മ കടപ്പുറത്തിട്ടുണ്ടേ. ഇതിലേ കയറുന്നേ കടല്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റ്. നല്ല കാറ്റില്ലണേ. നല്ല ജസ്റ്റ് തോണിയെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. തിരമാല അടിച്ച് കയറുന്നുണ്ട്. കൊറേ കൊച്ച് നമ്മളെ നാട്ടിൽ കൊച്ചാന്ന് പറയൂലേ? ഇനി കൊച്ച കൊറേ കൊച്ച്. ഇപ്പൊ കൊച്ചനെ കണ്ടു എന്റെ കാലിലുള്ള ഒരു മൂലക്കിട്ട് ശരിക്കും. മുനീറ വെയിലത്ത് പൊരിയാൻ പോയിട്ടുണ്ട്. നല്ല സുഖമുണ്ട്. എന്ത് വെയിലാണെങ്കിലും നല്ല കാറ്റില്ലേ? നമുക്ക് ഇതാ ഇവളെ പറഞ്ഞ കൊച്ചനെ കാണിച്ചല്ലോ. ഇവള് കുറെ യൂട്യൂബർ മാത്രല്ല കേട്ടോ, ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. ഞാൻ ഒരു ഇത് ചെയ്തുതരാൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്തുതരൂല. ഇവള് ഭയങ്കര ജാടിയൊന്നല്ല. പാർലറിൽ കസ്റ്റമർ വന്നാൽ മടക്കി വെക്കാൻ കഴിയില്ല. പിന്നെ എപ്പം വേണമെങ്കിൽ ചെയ്തു തരാലോ. ഇതാണ് ഇവള് പറഞ്ഞ കൊച്ച. നമുക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണ്ടേ? കൊറേ കെട്ടിയതല്ലോ. നീ വീട്ടിൽ പോക്കില്ലേ? വീടിന്റെ മറ്റേ മേൽക്കൂരെല്ലാം മാറ്റിട്ടതിന് ശേഷം നീ പോയിട്ടില്ല? വീട്ടിൽ പോയിട്ട് കൊറേ വീഡിയോസ് എല്ലാം എടുത്തിന്. ഇപ്പൊ കുക്കും എടുക്കല എത്തി. അതാ നിന്നെ കാണാത്തല്ലേ? ഓളിട്ട വീഡിയോസ് ആയി ഇടല്. ഓളിടക്കിടക്ക് വീട്ടിലേക്ക് പോകുമ്പോ ആടുന്ന വീഡിയോസ് എല്ലാം എടുക്കും. ഞാനിവിടെ മാട്ടൂലല്ലേ. ഓളാടെ അടുത്താണ് പറവൂര്. അതങ്ങനെ മുച്ചിലോട്ടിന്റെ അടുത്ത്. അവിടെ പെട്ടെന്ന് വരാലോ. മാട്ട് പോയി ശരിക്കും സൂമാക്കി കാണിച്ചു കൊടുക്കല്.
ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് തിരക്ക് കുറവാണ്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇതാ ഇവിടെ ഒന്നൊരു സ്പേസ് പോലും ഉണ്ടാവില്ല. അതാണ് വൈകുന്നേരല്ലേ ഭയങ്കര തിരക്ക്. പിന്നെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ടൂർ പോകുന്ന ടൈമല്ലേ, ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെന്താ ഭയങ്കര വെയിൽ കൊണ്ട് കണ്ണ് കാണുന്നില്ല. ഇതാ പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ചടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഇതെല്ലാവർക്കും നീന്തലടി. എല്ലാവർക്കും നീന്താം. ഫാമിലിക്ക് എത്ര പൈസ പറഞ്ഞിട്ടുണ്ടായില്ല. അതെ, എല്ലാവർക്കും നീന്താൻ പറ്റും. അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ നീന്തിട്ട് പോയാൽ പാർട്ടി, കല്യാണം. ആ ഇത് ഇപ്പൊ നമ്മ നടന്ന് പോകുന്നു. ഇത് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ്, പാർക്കിംഗ് ഏരിയ. ഇത്രയും വിശാലമായ സ്ഥലമാണ്. ഹരിയാട്ടിന് എടുക്കുന്നുണ്ട്. അപ്പൊ ഹരിയാട്ടിന് എടുക്കുന്നുണ്ട്. ഹലോ ഹരിയാട്ടാ, എന്തുണ്ട്? 4 മണിക്ക് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യല്ലേ ഹരിയാട്ടാ? അല്ലേ, ഇപ്പൊ ആരുമില്ല അല്ലേ? ഓക്കെ, എന്നാൽ നമ്മ പെറ്റ് സ്റ്റേഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മിനിറ ഉപ്പിലിട്ട് വേണേ, നമുക്ക് നോക്കാലോ. പാനിപ്പൂരി കുറേ ഇത്ര ഉപ്പിലിട്ടല്ലെങ്കിൽ മസാല പാക്കറ്റാ. വീഡിയോ എടുക്കുന്നുണ്ട്. സാരമില്ല. പേരെന്താണ്? നസീമ സലീമിന്റെ ഒരു തട്ടുകടയാണ്. ഇവിടെ എല്ലാത്തരം ഉപ്പിലിട്ടതുണ്ട്. ഇത് ചോളല്ലേ? ചോളം, മാങ്ങ, എന്താ ആപ്പിള്? ബോർലാപ്പിള്. ഇപ്പൊ ഇവിടെ വന്ന് എല്ലാരും ഈ കടയിൽ ഉണ്ടാക്കുന്ന പലഹാരല്ലേ, മാട്ടുകാറ പലഹാരം സൂപ്പറാണ്. ഒന്ന് കഴിച്ചു നോക്കല്ലേ. ഇതുവരെ നമ്മളിത് തിന്നിട്ടില്ല കേട്ടോ. എന്താ സംഭവം? ആ മറ്റേ സംഭവം പൈസ കൊടുക്കടി. ആ സെന്ററിൽ നീ അതങ്ങനെ തന്നെ വിഴുങ്ങല്ല. കടിക്ക് കടിക്ക്. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. എല്ലാതരം എണ്ണക്കടികളും കല്ലുമ്മക്കായി. 4 മണിക്കാ സ്റ്റാർട്ട് ചെയ്യലല്ലേ ആൾക്കാർ? കല്ലുമ്മക്കായ സ്പെഷ്യൽ. പണ്ടത്തെ അമ്മ നിരക്കുന്ന കല്ലുമ്മക്കായ തേങ്ങ ഉള്ളിയും ജീരകവും പണ്ടത്തെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. ഇതിന്റെ ടേസ്റ്റ് പറയട്ടെ. ഒരു ഉള്ളി നല്ല മധുരം ഫീൽ ചെയ്യും. പച്ച ആപ്പിളാന്നല്ലേ ഇത്? ഓക്കെ. പിന്നെ അപ്പൊ ഇതെല്ലാം തട്ടുകിടക്ക് വേണ്ടിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പെറ്റ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറുന്നില്ല കേട്ടോ. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അല്ലേ? എന്റെ മോളെയും പരിപാടി ഉണ്ട്. മോളെ കൈകുട്ടിക്കളി, അതിന്റെ ജിംനാസ്റ്റിക് ഫുൾ സെറ്റപ്പാണ്. ആനകളാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ ഇങ്ങോട്ട് വന്നിട്ട് തിന്നുകൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഫുള്ള് പാറക്കല്ല് പോലെയാണല്ലോ അല്ലേ? അത് സെറ്റപ്പ് പാറക്കല്ല് പോലെ. സൈലന്റ് ഏരിയ സമയം എടുക്കുന്നത് വൈകിട്ടാൻ ഭയങ്കര തിരക്ക്. ഇത് ആര് വരാൻ തുടങ്ങും. അപ്പൊ അവസ്ഥ മൊത്തം കാണിച്ചതാന്ന് വിചാരിച്ചു. നമ്മ ഉച്ചക്കായതുകൊണ്ടാണ് ഇത്ര ആള് കുറവ്. ഇനിയിപ്പോ ഒരു 3 മണി കഴിഞ്ഞാല് ഇത് ഭയങ്കര തിരക്കായിരിക്കും. അത് ഫസ്റ്റ് എടുക്കുന്നോണ്ട് നല്ലോണം ആളുണ്ടാവും. നമുക്ക് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരിക്കും. പൂനാലിൽ ഒരു ഐസ്ക്രീം കഴിച്ചാറോ മുന്നിടാ? ആദ്യം തിന്നാ ഐസ്ക്രീം കഴിക്കാം. പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറണം, ഐസ്ക്രീം കഴിക്കണം. ഇതിപ്പോൾ ഫെസ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റേജെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ സ്റ്റേജ്. ഇത് ഫെസ്റ്റിന് വേണ്ടിയൊക്കെയാണോ?
ഇത് ആദ്യം ഒരു ഹോട്ടൽ ഉണ്ടായേ തീരം എന്ന് പറഞ്ഞിട്ട്. കടൽ തീരം ഹോട്ടലില്. പിന്നെ അത് മാറി ഇപ്പൊ ഈ ബസ് സ്റ്റേഷൻ പറഞ്ഞ പിള്ളേർക്ക് കളിക്കാനൊരു പാർക്ക് പോലായി. ഫൺ സിറ്റി അല്ലേ. പിന്നെ ഒരു കാര്യം ബസ് സ്റ്റേഷൻ വന്നതുകൊണ്ട് നമുക്ക് കുറേ ആൾക്ക് ഒരു ജോലി കിട്ടിയത് പോലെ ഇല്ലേ. കുറെ വീട്ടമ്മമാർക്ക് ജോലി കിട്ടി. അതല്ല വളരെ ബീച്ച് കാർണിവൽ. ഇന്നലെ മക്കൾ വന്നല്ലോ ഡെക്കറേഷൻ ആക്കുന്ന തിരക്കാന്ന് പറയും. ഇന്നലെ പാറിയിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കും. പിള്ളേർ കളിക്കേണ്ട ഒരുപാട് പാട്ടൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുക. ഇവിടെ ഫെസ്റ്റ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെതായ മാറ്റത്തെ എല്ലാവർക്കും സമാധാനത്തല്ല എല്ലാവർക്കും സന്തോഷവും. അത് മാത്രമല്ല എല്ലാവർക്കും ഒരു ജോലിയായി. അത് ഭയങ്കര ഇതാണ്. പിന്നെ പോസിറ്റീവ് എനർജി. വീട്ടമ്മമാർക്കും ജോലിയായി. എല്ലാവർക്കും ജോലിയായി. പെറ്റ് സ്റ്റേഷൻ ഇത് ഫേമസ് ആക്കിയതല്ലോ. പെറ്റ് സ്റ്റേഷനിലെ ആൾക്ക് ഭയങ്കര പെറ്റ് സ്റ്റേഷനിലാണ് ആൾക്കാർ വന്നു തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ ഇത് മൊത്തത്തിൽ ഫേമസ് ആയി. പിന്നെ പറയാക്ക് ജോലിയായി. ഇതെന്താണ് അടിപൊളിയല്ലേ. ഫുൾ സെറ്റപ്പ് ആണ്. ഇത് കുട്ടികൾക്ക് കളിക്കണ്ടല്ലേ. നമുക്ക് അറിയാലോടി. അതാകട്ടെ എനിക്ക് തരാങ്ങള് പൊട്ടിയൊക്കെ അറിയില്ല ചെറുതും ഇല്ലെല്ലാവർക്കും ഇത് റെഡിയാക്കുന്നത്രേ സംഭവം. ഇന്ന് വൈകിട്ടല്ല പരിപാടി. വൈകുന്നേരത്ത് പെണ്ണുങ്ങളവിടെ വെക്കുന്നത് എനിക്ക് ഇതാണ് പൊട്ടത്ത്. ഇതെന്നാ പിന്നെ പെണ്ണുങ്ങളൊന്നല്ല. പ്രതിമ വെച്ച പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഐസ്ക്രീം വാങ്ങാലോ. വാ. ഇത് ബോട്ട്. ഇതാ നീ പറഞ്ഞ കടൽ തീരം റെസ്റ്റോറന്റ് അല്ലേ. സിനിമന്റെ പേരുണ്ടല്ലടി. അതിനാക്കിയ ഒരു കപ്പലില്ലേ മമ്മൂട്ടിന്റെ. അതിലാക്കിയതാ. ഇത് ഫെസ്റ്റിന് വേണ്ടിട്ട് തയ്യാറാക്കി വന്നു. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുന്ന സ്ഥലം മാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അവിടെ പോയാലും ടിക്കറ്റ് കിട്ടുന്നതിനകത്ത് ഭയങ്കര തിരക്കാണ്. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സെറ്റപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഒരു വാനില ഐസ്ക്രീം വാങ്ങിക്കുന്നു. ഒന്ന് കിട്ടണത്. നമ്മൾ ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് വാനില തിരിച്ചു പോകാനേ. വാനില ഐസ്ക്രീമാണ് വാങ്ങിയത്. അധികം ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമല്ല. ഫസ്റ്റ് കണ്ടു തിരിക്കലായി. ഐസ്ക്രീമും ഉപ്പിലിട്ടതും അതെല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് നടക്കും. ഉടൻ വരുന്നതായിരിക്കും. നിന്നെ കൊറേ ആൾ അന്വേഷിക്കുന്നുണ്ടാണ്. സമീറ ഇല്ലേ മുനീറ ഇല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട്. എന്നാ വേറെ വീടുമായി വരാട്ടോ. ബൈ.